1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനു ശേഷം ജ്യേഷ്ഠ സഹോദരനായ ഗംഗാധരൻ്റെ കടയിൽ സഹായിയായി വി.എസ്. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. 17-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വി.എസ്. അംഗമായി. അങ്ങനെ ആലപ്പുഴയെ രണഭൂമിയാക്കിയ ഐതിഹാസിക സമരമായ പുന്നപ്ര വയലാർ സമരത്തിലൂടെ വി.എസ്. എന്ന സമരനായകൻ കൂടുതൽ ജനകീയനായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 അംഗങ്ങളിൽ ഒരാളായി വി.എസ്. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്നും ആദ്യമായി സ്ഥാനാർത്ഥിയായി. 1967 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എ. അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി വി.എസ്. നിയമസഭയിൽ എത്തുന്നത്. പിന്നീട് പലതവണ അമ്പലപ്പുഴയിൽ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും 1991 മാരാരിക്കുളത്തു നിന്നും വീണ്ടും പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചു വന്നു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്തു നിന്ന് വി.എസ്. പരാജിതനായത് രാഷ്ട്രീയ ചരിത്രമാണ്. 2001 വി.എസ്. പ്രതിപക്ഷ നേതാവായി. 2006 വി.എസ്. കേരളത്തിൻ്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ വി.എസ്. അച്യുതാനന്ദൻ നടത്തിയ ഇടപെടലുകൾ ജനനായകൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. തുടർന്നുള്ള പൊതുവേദികളിൽ കണ്ണേ കരളേ വി.എസ്.എ എന്ന മുദ്രാവാക്യത്തോടുകൂടിയാണ് കേരള ഹൃദയം വി.എസിനെ നെഞ്ചിലേറ്റിയത്. 102-ാം വയസ്സിൽ വി.എസ്. അച്യുതാനന്ദൻ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിപ്ലവ ചിന്തകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇടറിയ ശബ്ദത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്നു: ആരു പറഞ്ഞു വി.എസ്. മരിച്ചു എന്ന്? ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ.